ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതാ മാരാമൺ കൺവെൻഷൻ കൂടാനായിട്ട് പോവാണ് കേട്ടോ. ഇന്നാണ് കൺവെൻഷൻ്റെ ലാസ്റ്റ് ഡേ. സോ നമ്മൾ ഇന്ന് ഇവിടെ നിന്നാണ് കുർബാനയൊക്കെ കൂടി ഡേ സ്റ്റാർട്ടിങ് തൊട്ടേ മാരാമണ്ണ് കൂടാമെന്ന് വിചാരിച്ചിട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മാരാമണ്ണ് പള്ളിയിൽ നിന്നാണ് ഇന്ന് കുർബാനയൊക്കെ കൊണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ വന്നപ്പോഴത്തേന് സീറ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളിതാ പുറത്ത് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള പന്തലിലാണ് ഇരുന്നത് കേട്ടോ. വന്ന പാടെ സീറ്റൊക്കെ കിട്ടിയെങ്കിലും പിന്നത് നമ്മൾ മാറിക്കൊടുക്കേണ്ടി വന്നു. കാരണം കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറിക്കൊടുത്തു. അങ്ങനെ നമ്മൾ ഇപ്പുറത്ത് ഒരു സ്റ്റെപ്പിലാണ് കേട്ടോ ഇരുന്നത്. അങ്ങനെ കുർബാനയൊക്കെ തുടങ്ങി. എനിക്കാണെങ്കിൽ ഇടയ്ക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ എഴുന്നേറ്റൊക്കെ നിന്ന് പരിപാടിയൊക്കെ കണ്ടു. അച്ഛൻ്റെ പ്രസംഗവും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ലാസ്റ്റ് അച്ഛനിങ്ങനെ പറഞ്ഞ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വേണ്ടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. ഫുഡിൻ്റെ കാര്യം കേട്ടപ്പോൾ ഞാൻ അങ്ങ് ഉഷാറായി കേട്ടോ. അത് വേറെ കാര്യം, അത് ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അങ്ങനെ പ്രസംഗവും കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഇന്ന് ബ്രെഡും സ്റ്റൂ ആയിരുന്നു കേട്ടോ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ സ്റ്റൂ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ കൈയൊക്കെ കഴുകി വന്നപ്പോഴത്തേന് നമ്മുടെ പാർക്കിങ്ങിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ കണ്ടുവന്ന ഏതോ ഒരു മഹാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. നട്ടപ്പൊരു വെയിലത്ത് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആ ചേട്ടൻ വരുന്നിടം വരെ. അപ്പോൾ ഇനിയുള്ളവർ ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പാർക്കിങ്ങൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മറ്റുള്ളവർക്ക് ഉപദ്രവമാകാതിരിക്കും. അങ്ങനെ നമ്മൾ മണപ്പുറത്തേക്ക് എത്തി, മണക്ക് വന്നു. അങ്ങനെ പൂക്കളൊക്കെ കണ്ടു. പിന്നെ സ്നാക്സിൻ്റെ ഒക്കെ ഷോപ്പുണ്ടായിരുന്നു. ലൈവ് സ്നാക്സ് ഉണ്ടാക്കുന്ന ഷോപ്സ് ഉണ്ടായിരുന്നു. അതേപോലെ ഈ കുപ്പിവള, പൊട്ട്, കൺമഷി, കമ്മൽ, അങ്ങനെ 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 കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണാനുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതിലെല്ലാം നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല ചൂടുണ്ട്, എന്നെക്കൊണ്ട് ഇത് താങ്ങാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ഇങ്ങനെ വരുമ്പോഴത്തേനാണ് ഇച്ചിരി വിഷമം തോന്നി ഈ ഒരു കാഴ്ച കണ്ടപ്പോഴത്തേനും കേട്ടോ. ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിലും കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കച്ചവടത്തിനായിട്ട് ഇരുത്തുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. എന്ത് തന്നെ കഷ്ടപ്പാടാണ്, ദാരിദ്ര്യമാണെന്ന് പറഞ്ഞാലും അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞാലും ഇത്രയും തീരെ കുഞ്ഞുങ്ങളെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ നമ്മളിതാ പാലമൊക്കെ കയറി കൺവെൻഷൻ നടക്കുന്ന പന്തലിലേക്ക് പോവാണ് കേട്ടോ. നല്ല വെയിലായത് കാരണം ഞങ്ങളിങ്ങനെ ധൃതി വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് നമ്മൾ പാലത്തിലൊക്കെ കയറി ആര് മീനുണ്ടോയെന്ന് നോക്കാനായിട്ട് പോയ പോക്കാണ്. അങ്ങനെ മീനിനെയൊക്കെ കണ്ട് നിന്നപ്പോഴാണ് വെയിലാണല്ലോ എന്ന് ഓർത്തത്. ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് കരിഞ്ഞ് പുകഞ്ഞ് ഞാൻ. അങ്ങനെ കരിഞ്ഞിരിക്കുന്ന സമയത്ത് നല്ല സൂപ്പർ ജിഞ്ചർ ലൈം കിട്ടി കേട്ടോ. നമ്മൾ അവിടെ അവർ തന്നെ ഈ കൺവെൻഷൻ്റെ ആൾക്കാർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഭക്ഷണശാലകളുണ്ട്. നമ്മളവിടെ നിന്ന് ജിഞ്ചർ ലൈമൊക്കെ കുടിച്ചു. പന്തലിൽ ഇരിക്കാൻ പറ്റാത്ത കാരണം ഇപ്പുറത്ത് നമ്മൾ പ്രസംഗമൊക്കെ കേട്ടിട്ട് തിരിച്ച് വരുന്ന വഴി നല്ല കോക്കനട്ട് ഷേക്ക്, ടെൻഡർ കോക്കനട്ട് ഷേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചൂടിന് അടിപൊളിയായിരുന്നു. അത് കുടിച്ച് അങ്ങനെ ചേട്ടനോട് ഓർഡറൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് തന്ന സാധനമൊക്കെ കിട്ടി. ചെടിയൊക്കെ വാങ്ങി നമ്മളിതാ തിരിച്ച് വന്ന് വണ്ടിയിൽ കയറി കേട്ടോ. വണ്ടിയിൽ കയറിയ കൂട്ടത്തിൽ നമ്മൾ ബജിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഡു ഫോളോ, സപ്പോർട്ട് ആൻഡ് ലൈക്ക്.